ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഹെൽത്ത് സെന്റർ വരെ പോവുകയാണ്. ഇന്ന് പൊതുവെ നല്ല മഴക്കാറുള്ള ഒരു ദിവസമാണ്. രണ്ടാഴ്ചയായിട്ട് സയാപ്പുന് നല്ല പനിയായിരുന്നു. പക്ഷെ ഇന്ന് മരുന്ന് മേടിക്കാൻ പോകുന്നത് എനിക്കും ശംസിക്കുകയാണ്. സയാപ്പിന്റെ പനിയൊന്ന് പറഞ്ഞു വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പനിയുടെ ലക്ഷണങ്ങൾ തുടങ്ങി. വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ആണ് ഹെൽത്ത് സെന്ററിലേക്കുള്ള ദൂരം. കരിപ്പായി ഹോസ്പിറ്റൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പണ്ടൊക്കെ ഹെൽത്ത് സെന്റർ എന്ന് കേട്ടാൽ കാട് പിടിച്ച ഒരു പറമ്പും ഒറ്റമുറി കെട്ടിടവുമായിരുന്നെങ്കിൽ മനോഹരമായി ഡിസൈൻ ചെയ്ത കോമ്പൗണ്ടും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിട സമുച്ചയവും ഒക്കെയാണ് ഇന്നത്തെ ഹെൽത്ത് സെന്റർ. ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ പറഞ്ഞാൽ പഴയ കാർഡിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ടോക്കൺ ലഭിക്കും. ഒരാൾക്ക് ടോക്കൺ എടുക്കുന്നതിന് 5 രൂപയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവെ തിരക്ക് കുറവാണ്. ഞായറാഴ്ചയായിട്ടും ഇന്ന് 1 മണിവരെ ഡോക്ടർ അവൈലബിൾ ആണ്. ഡോക്ടറെ കണ്ട് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം വിശദമായ പരിശോധനയും നടത്തി. പിന്നെ മരുന്ന് കുറിച്ചു. മരുന്ന് കുറിക്കുന്നത് പഴയതുപോലെ പേപ്പറിലല്ല, എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. പരിശോധനയ്ക്ക് ശേഷം നമ്മൾ ഫാർമസിയുടെ മുന്നിൽ വെയിറ്റ് ചെയ്താൽ മതി. മരുന്നെടുത്ത് കഴിയുമ്പോൾ ഫാർമസിയിൽ നിന്ന് നമ്മുടെ പേര് വിളിക്കുമ്പോൾ അത് വാങ്ങിയാൽ മാത്രം മതി. ആരോഗ്യരംഗത്ത് കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഏതൊരു സാധാരണക്കാർക്കും അവന്റെ വീടിന്റെ തൊട്ടടുത്ത് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിലൂടെയാണ് നമ്മൾ നമ്പർ 1 ആകുന്നത്. ആരോഗ്യരംഗത്തെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്ത് കേരളത്തിലെ ആരോഗ്യരംഗം മുഴുവൻ മോശമാണെന്ന് ചിത്രീകരിക്കുന്ന ചിലരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഡോക്ടറുടെ കൺസൾട്ടേഷനും മരുന്നിനുമായി നമുക്കിന്ന് ചെലവായത് വെറും 10 രൂപ മാത്രമാണ്. ഈ 10 രൂപയ്ക്ക് ഇത്രയും സൗകര്യങ്ങളോടുകൂടി ഒരു ചികിത്സാ സംവിധാനം നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരിടത്തും കിട്ടില്ല എന്ന് 100% ഉറപ്പിച്ചു പറയാൻ കഴിയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട.